ഞാൻ എത്തിയിട്ടുണ്ട് നമ്മുടെ ഠമാർ പടാർ ഇങ്ങനെ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പക്ഷേ പതിവ് പോലത്തെ എപ്പിസോഡല്ല, ഇന്ന് ഒരുപാട് കുറുമ്പുകളും കുട്ടിത്തരങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫൺ പാക്ഡ് ആയിട്ടുള്ള എപ്പിസോഡാ. ഇങ്ങനെ തുടങ്ങല്ലേ? യെസ്, ഐ വുഡ് ലൈക്ക് ടു വെൽക്കം യു ഓൾ ടു ഠമാർ പടാർ പവർഡ് ബൈ ഈസ്റ്റേൺ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡില് പതിവില് വിപരീതമായിട്ട് കുറച്ച് പേരാണ് നമ്മുടെ ഫാൻ സോണിൽ എത്തിയിട്ടുള്ളത്. നമ്മളെ പേടിപ്പിക്കാനാണോ അതോ നമ്മളെ പാടുപെടുത്താനാണോ എന്നൊന്നും അറിയില്ല, അതൊക്കെ വഴി അറിയുള്ളൂ. ലൈഫ് ലൈൻ മൂവാറ്റുപുഴ അവിടുത്തെ കുറെ ജിമ്മന്മാരാണ് ഇന്ന് നമ്മളോടൊപ്പം ഫാൻ സോണിൽ എത്തിയിട്ടുള്ളത്. വെൽക്കം യു ഓൾ. അപ്പോ നിങ്ങൾ ജിമ്മന്മാരാണ്, നിങ്ങളുടെ മസിലൊക്കെ കാണിച്ച് ഞങ്ങളെ പേടിപ്പിക്കണ്ട. നമ്മുടെ ഠമാർ പടാറിന്റെ ഫ്ലോറിലും അത്തരത്തിലുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. വെള്ളപ്പാറ്റയ്ക്ക് അധികം അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ശരി, ഓക്കെ. ഏതായാലും ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം സാജു നവോദയ ആൻഡ് ടീം, അതോടൊപ്പം നെൽസൺ ശൂരനാട് ആൻഡ് ടീം. തീർന്നിട്ടില്ല, ഞങ്ങളിലെ ജിമ്മന്മാരെയൊക്കെ ഇപ്പൊ പിടികിട്ടി എന്ന് തോന്നുന്നു. പക്ഷെ തീർന്നിട്ടില്ല, ഇനിയുണ്ട് കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് സാമ്പിൾ അല്ല, ഇതൊക്കെ ഭയങ്കര ഇടിവെട്ടാണ്. യെസ്, അപ്പോ ഇനി നിങ്ങളോട് കോമ്പറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അടുത്ത ശൂരത്തുള്ള കുറെ പേരുണ്ട്. നമ്മുടെ സുധി ചേട്ടൻ, നെൽസൺ ചേട്ടൻ, അവരുടെ പടയാളികള് വെൽക്കം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം നെൽസൺ ചേട്ടൻ ആൻഡ് ടീം. മാങ്ങ നിങ്ങൾ വിചാരിക്കണ്ടായിരിക്കും ഞങ്ങള് ഭയങ്കര സ്നേഹത്തിലൊക്കെയാണ് ഇങ്ങനെ എടുത്ത് ചക്ക എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അല്ല ചേട്ടാ, എല്ലാത്തിലും ഒരു ഹീറോയിസം വേണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതാ കൊറേ ജിമ്മന്മാര് വന്നിട്ടുണ്ട്. അപ്പോ ഇവരായിട്ട് അല്ല പറഞ്ഞു പിടിച്ചു വന്നപ്പോ ജിമ്മിൽ പോയി തുടങ്ങിയോ? കവളൊക്കെ ചാടി ഇത്തിരി തടിയൊക്കെ അല്ല കമ്പാരിറ്റീവ്ലി. അല്ല സുധിച്ചേട്ടൻ എന്താ മൊത്തം പച്ച എപ്പിസോഡൊന്ന് പച്ച പിടിക്കാൻ വേണ്ടി നീലമയോ അല്ലല്ലോ, അത് മതി. ശരി, അപ്പഴേ നമ്മള് പോയിന്റിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോയി. താങ്കൾ ജിമ്മിൽ പോയി തുടങ്ങിയോ എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ ഒരിക്കലും പോയി തുടങ്ങിയിട്ടില്ല. ഒരിക്കലും പോയി തുടങ്ങിയിട്ടില്ല എന്നല്ല, പോയില്ല എന്നാണോ? പോകയില്ലെന്നുള്ളതല്ല, ഞാൻ പോയിട്ടില്ല. അങ്ങനെ പോകാനുള്ള മിസ്റ്റർ ചൂർനാട് 2 വർഷം അടുപ്പിച്ച് മിസ്റ്റർ ചൂർനാട് എന്ത് കാര്യത്തിലായിരുന്നു ഒന്നും കൂടെ ഒന്ന് പറയണം. ആ ശിവൃത്തം സാജു പനങ്ങാട്. ഈ മീശ മിണ്ടുമ്പോ പിരിച്ചു വെക്കണ്ട കേട്ടോ. 7 വർഷമായിട്ട് പോണല്ലേ എവിടെ? ജിമ്മില്. എന്തിന്? സുഹൃത്തിനെ കാണാൻ. ശരി, അപ്പൊ സുധിച്ചേട്ടനോട് പിന്നെ ഞാൻ ചോദിക്കുന്നില്ല, പാരമ്പര്യമായിട്ട് ജിമ്മന്മാരായിട്ടുള്ള കുടുംബത്തിലെ അംഗമാണല്ലോ താങ്കൾ. ഓക്കെ, അവന്റെ ഏട്ടൻ പോയിട്ടുണ്ട്, അപ്പൊ കൂടെ കണ്ടു പഠിച്ചു. പണ്ട് സുധീനോടെ സുധി പാട്ട് പഠിപ്പോ ഞാൻ ചോദിച്ചു, സുധി പാട്ട് പഠിച്ചിട്ടുണ്ടടാ? ഇല്ല, ഓപ്പോള് പോയിട്ടുണ്ട്, അപ്പൊ ഞാൻ കൂടെ പോയിട്ടുണ്ട്. ഓപ്പോളത് ഒലിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. പിന്നെ ആര് പോയെന്നാ പറഞ്ഞത്? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരാള് എന്നിലേക്ക് വരും, എന്റെ ഐറ്റം ആവും, എന്റെ നമ്പർ ആവും, വേഗം എന്നോട് ചോദിക്കൂ ലക്ഷ്മി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡില് അങ്ങേയറ്റത്ത് നിക്കുന്ന ഇപ്പുറത്തെ ആളോടാണ് ഞാൻ ചോദിക്കാൻ പറഞ്ഞേ. അപ്പോഴേക്കും മസിലൊക്കെ എടുത്ത് കാണിക്കുകയാണ് നമ്മുടെ നവീൻ ഭായ്. യെസ്, പറയൂ ദീപ. എന്താണ് ഈ ദുബായിൽ പോയ ടൈമിൽ വർക്ക്ഔട്ട് ചെയ്യാനൊക്കെ സമയം കിട്ടിയിരുന്നോ? ഇല്ല, ഞാൻ 8 വർഷമായിട്ട് ജിം വർക്ക്ഔട്ട് ചെയ്യുന്ന ആളായിരുന്നു. പക്ഷെ നമ്മൾ ഏത് ജോലി ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കണ്ടേ, അതുകൊണ്ട് ഇപ്പൊ ഒരു വർഷമായിട്ട് ബ്രേക്കാ. അതുകൊണ്ടാണ് ഈ ഉണ്ടായതല്ലേ പെട്ടെന്ന്? ഉണ്ടായോ ശരിക്കും? ചെറുതായിട്ട്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ ഉണ്ടെന്ന് പറയണ. വർക്ക്ഔട്ട് നിർത്തി കഴിഞ്ഞാൽ തടി വെക്കുന്നുള്ളത് കേട്ടിട്ടുണ്ട്. വർക്ക്ഔട്ട് നിർത്തി കഴിഞ്ഞാൽ ഞം കൂടി കഴിഞ്ഞാലും തടി വെക്കും. അപ്പൊ ഇതിൽ താങ്കൾ ഇത് കാറ്റഗറിയിലാണ് പെടുക, പറഞ്ഞാൽ മാത്രം മതി. ഞാൻ രണ്ടിന്റെ ഇടയ്ക്ക് വിടും. ശ്വാസം കുറച്ചാലും മാറൂടാ. ശ്വാസം നീ കുറച്ച് ശ്വാസം ഒന്ന് കുറച്ച് വിട്ട് കഴിഞ്ഞാൽ നോർമൽ ആവും. കുറച്ചുകൂടെ ആദ്യം വിട്ടിട്ട് സംസാരിച്ചാൽ മതി. ശരി, അമ്പലി ചേച്ചി പറയൂ. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഒരുപാട് കോംപ്ലിമെന്റ്സ് കൊടുക്കാറുള്ളതാണ്. ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ ഒരു സീനിയർ ആക്ട്രസ് ആണ്, പക്ഷെ ഏറ്റവും പ്രായം കുറവ് തോന്നിക്കുക നമ്മുടെ അമ്പലി ചേച്ചിക്ക്. വർക്ക്ഔട്ട് ചെയ്യണുണ്ടോ? എങ്ങനെയാണ് ഈ ഫിസിക് മെയിൻറ്റെയിൻ ചെയ്യണം? അല്ല, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ഡാൻസ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞ് ഫുൾ ടൈം ഡാൻസും അല്ല, അറിയില്ല. ഫുൾ ടൈം ഞാൻ അരമണ്ഡലത്തിലാണ്. പിന്നെ ഇപ്പോഴേ അറിയുള്ളൂ, ഇനി അരമണ്ഡലത്തിൽ കൂടി പോയാൽ എന്നെ കാണാനുണ്ടാവില്ല. ഇനി ഈ ചോദ്യം നേരെ ഞാൻ തിരിച്ചിങ്ങനെ ചാടിച്ച് അങ്ങോട്ട് കൊണ്ടുപോവാണ് ലക്ഷ്മി. താങ്കളെ തന്നെ. താങ്കൾ എങ്ങനെയാണ് ഈ ഒരു ഫിസിക്? അത് അരമണ്ഡലമല്ല, ഫുൾ മണ്ഡലത്തിൽ
പറയ് ലക്ഷ്മി ചേച്ചി. എണീറ്റാലുടൻ ഞാൻ എത്ര മണിക്ക് എണീറ്റാലുടൻ? ഞാൻ എപ്പോഴാണോ എണീക്കുന്നത്, ഞാൻ 7-നും 8-നും ഉള്ളിലാണ് എണീക്കാറ് രാത്രിയാ എല്ലാവരും രാവിലെ. എണീക്കാറ്. അപ്പൊ ചിലപ്പോ 6 മണിക്ക് എണീക്കും, ചിലപ്പോ 7 മണി, 8 മണി വരെ പോവാറില്ല. എണീറ്റാലുടൻ ഒരു ഫ്രൂട്ട് കഴിക്കും, എന്തെങ്കിലും ഒരു ഫ്രൂട്ട്. ഒരു ചക്ക. ഒരു ചക്ക എന്റെ ഡയറ്റിലില്ല, അതുകൊണ്ട് അത് കഴിക്കുന്നില്ല. ബാക്കി? അത് കഴിഞ്ഞാല് കൃത്യം 1 മണിക്കൂർ കഴിയുമ്പോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അരി കൊണ്ടുള്ള ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത്. 4 കുറ്റിപ്പുട്ട് പപ്പടം. 4 കുറ്റി പുട്ടും പപ്പടവും. എനിക്ക് വീസിങ്ങിന്റെ പ്രശ്നമുണ്ട്, അപ്പൊ എനിക്ക് ഗോതമ്പ് അലർജി ഉണ്ടോ എന്ന് ഡോക്ടറിനൊരു സംശയം, അതുകൊണ്ട് ഞാൻ ഗോതമ്പൊന്നും കഴിക്കാറില്ല. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. പിന്നെ 2 മണിക്കൂർ കൂടുമ്പോ ഞാൻ കഴിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഇതൊക്കെ ആഹാരത്തിന് മുമ്പും ശേഷവും. ബാക്കി പറ. സ്നാക്ക് എന്ന് പറയുന്നത് ചിലപ്പോ ഒരു ചീസിന്റെ സ്ലൈസ് കഴിക്കും. അല്ല ഇത് പറയട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഒരു 2 hours കഴിയുമ്പോ ബട്ടർ മിൽക്ക് കഴിക്കും. അത് കഴിയുമ്പോഴത്തേന് ഏകദേശം 1 മണിയായിട്ടുണ്ടാവും. എന്ന് പറയുന്നത് സംഭാരം. മോരും വെള്ളം ആണ് കറക്റ്റ്. പിന്നെ 1 മണിയാവുമ്പോഴത്തേക്ക് കറക്റ്റ് ആയിട്ട് ലഞ്ച് കഴിക്കും. ലഞ്ചിന് നിർബന്ധമായിട്ട് 3 ഐറ്റംസ് ഉണ്ടാവണം. കാർബോഹൈഡ്രേറ്റ്, അതായത് ചോറ്, ലീഫി വെജിറ്റബിൾസ്, പ്രോട്ടീൻ. ഇവരെയൊക്കെ കണ്ടോണ്ട് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത്. കഴിക്കാറുണ്ട്. ഞാൻ വെജിറ്റേറിയൻ ആണ്, പഠിച്ചോളണം. ഞാൻ പ്യോർ വെജിറ്റേറിയൻ ആണ്. അങ്ങനെ ഉറങ്ങുന്നതിന് 2 മണിക്കൂർ മുമ്പ് ഞാൻ ഭക്ഷണം കഴിച്ചു. ഇല്ല, ഉറങ്ങാൻ 3 മണിയാവും. 12 നേരം ഭക്ഷണവും. ഇതാണ് ഡയറ്റിങ്. അതാണ് എന്റെ ഡയറ്റ്. ഞങ്ങള് രാവിലെ എണീറ്റുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും, പിന്നെ ഉച്ചക്ക് ചോറ്, വൈകിട്ട് ഭക്ഷണം കഴിക്കും. ഇത് രാവിലെ എണീറ്റുണ്ടെങ്കിൽ 6 മണിയാകുമ്പോഴത്തേക്ക് ഒരു ചക്ക, നിങ്ങളൊക്കെ 11:30 കഞ്ഞിയും പയറും, പിന്നെ 12:15 വേറെന്താ പറഞ്ഞത്? 4 കുറ്റി പുട്ട്. ബട്ടർ മിൽക്ക് ചീസ്, അതൊരു ബക്കറ്റ്. അതിനു മുമ്പ് പുട്ട്. ഇത് 5 മണിക്ക് എഴുന്നതിന് ശേഷമുള്ളതാണ്. ഉച്ചക്ക് ഊണ്, 5 അത് 3 ഐറ്റം വേണം. ചോറ്, പൊറോട്ട, ചപ്പാത്തി. ആ ഇതിനാണ് ഡയറ്റ് എന്ന് പറയുന്നത്. അല്ല, ഇത് അത് തീർന്നില്ലല്ലോ. കഴിക്കും. നിങ്ങളൊക്കെ ഒരു നേരം തന്നെ ഒരു ചക്കയും ഒരു പറ ചോറും ഒക്കെ കഴിക്കും. ഞാൻ ആകെ ഇത്ര വെച്ചാണ് കഴിക്കുന്നത്. നമ്മൾ ഡമാർപ്പടാർ തുടങ്ങിയിട്ട് 365 ദിവസം കഴിഞ്ഞു. അതെ, അതായത് 1 വർഷമായി നമ്മുടെ ഒരു വർഷമായപ്പോഴും നമ്മൾ ഒന്നിച്ചിരുന്ന ഭക്ഷണം കഴിക്കണത്. ഇപ്പോഴും ഞാൻ കണ്ടേക്കണ ഇങ്ങനെ ഇത്ര ഭക്ഷണമല്ലേ, അത് ഒറ്റ പ്രാവശ്യം കോരണതാ. അങ്ങനെ ഒത്തിരി കോരിയിട്ടാണ് ഉച്ചക്ക് തീർക്കണത്. അതെ. നിങ്ങൾ കേൾക്കണം, ചോറ് ഉരുട്ടി കയ്യെ പിടിച്ചങ്ങനെ ഉണ്ടാകില്ല, തേങ്ങ പൊതിച്ച് പിടിച്ചങ്ങനെ പോലെ ഇരിക്കും. ഇനി ബാക്കി പറ. എന്നിട്ട് ഞാൻ 3 മണി വരെ ആയുള്ളൂ. 3 മണി വരെ ആയുള്ളൂ. 5 മണിക്ക് എഴുന്നേറ്റാണ് തുടങ്ങുന്നത്. ഉറക്കം വരുന്നവരെ, ഉറങ്ങുന്നത് വരെ, പിന്നെ 4 മണിക്ക് ഉറങ്ങുന്നത്, വെളുപ്പിന് 4 മണിക്ക്. ആ സമയം വരെ ഇത് തന്നെ പരിപാടി. 1 മണിക്കൂർ പാവം ഉറങ്ങും. ഞാൻ എന്നിട്ട് തടി കുറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ? അത് അമ്പിളി ദേവിയെ പോലെ എന്തോ അത്ഭുതം സംഭവിച്ചതാ. ഓക്കെ. എന്നിട്ട് അതാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിനിടയ്ക്ക് ഉറങ്ങാൻ എപ്പോഴാ സമയം? ചേച്ചി 11 മണിയാവുമ്പോ ഞാൻ ഉറങ്ങും. അല്ല, സ്വപ്നത്തിലാണോ? 2 മണിക്കൂർ കഴിയുമ്പോ വീണ്ടും എണ്ണീക്കും. 2.5 മണിക്കൂർ കൂടുമ്പോ തീറ്റ ഉണ്ടല്ലോ. ലക്ഷ്മി ചേച്ചി, സത്യം കേട്ടോ, അത് സുധിച്ചേട്ടൻ പറഞ്ഞ സത്യാണ്. ഉറക്കത്തിലും ചിലപ്പോ എനിക്ക് 2.5 മണിക്കൂർ വെച്ച് കഴിച്ച് ശീലിച്ചു. എനിക്ക് വിശക്കും. സത്യം സുധിച്ചേട്ടൻ പറഞ്ഞ കറക്റ്റ്. ലക്ഷ്മി, ഇനി ഒരു മനുഷ്യനും ലക്ഷ്മിനെ കല്യാണം വിളിക്കല. ഇത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പാ. അല്ല, എനിക്ക് തോന്നുന്നു ചേച്ചി വണ്ണം കുറഞ്ഞത് ബൈ മിസ്റ്റേക്ക് ആണെന്നുണ്ട്. വായിക്ക് റെസ്റ്റ് കൊടുക്കണ്ടല്ലോ. ഈ ചവച്ച് മൊത്തം ബോർഡ് റെസ്റ്റ് എടുക്കേണ്ട ഒരു അവസ്ഥയാന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞോ ചേച്ചി? കഴിഞ്ഞോ? സന്തോഷം. എന്തായാലും ആരെങ്കിലും വിരുന്നൊക്കെ വീട്ടിലെ കുടുംബസമേതം വിളിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതോട് കൂടിയിട്ട് തീർന്നിട്ടുണ്ടാവും. കുട്ടി നോക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഇന്നലെ എന്റെ അടുത്ത് ഈ ജിമ്മിന്റെ ഒന്നും പറയട്ടെ. ഇന്നലെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് അനുവിന്റെ പോലെ ബോഡി സ്ട്രക്ചർ വേണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ പറയട്ടെ,
അപ്പോ എന്താ പറയാ, അപ്പൊ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പൊ അനു പറയാണ് ഈ ഒരു ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ഈ ഒരു അകാര വടിവ് മെയിൻറ്റെയിൻ ചെയ്യാനും അനുവിന്റെ ചേട്ടന് ഒരു ജിം ഉണ്ട്. അപ്പൊ അനു എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 2:30 കഴിഞ്ഞ 3 മാസമായിട്ടും കുട്ടി, ഞാൻ ആ കാര്യം പറയണു മറ്റേതല്ല, അത് ഇഷ്ടമായി കണ്ടോ. അപ്പൊ ഉച്ചയ്ക്ക് 2:30 കുട്ടി ജിമ്മിൽ കയറും കേട്ടോ. 2:30 ചേട്ടനാണ് ജിമ്മിയാണ് അവിടെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് 5:30 ആവും ചേച്ചി. അതുവരെ ഞാൻ അവിടെ വർക്കൗട്ട് ചെയ്തോണ്ടിരിക്കുന്നു. കറക്റ്റ് നാറാണത്ത് പ്രാന്തന്റെ റൂട്ടാകും. നട്ടുച്ചക്ക് പാറ ഉരുട്ടി കയറ്റും, താഴത്തേക്ക് കിട്ടും. പോവാ ജിമ്മിൽ പോകുന്നില്ല, നിർത്തി. എന്ത് പറ്റി? ഞാൻ ജിമ്മിൽ പോവാൻ തീരുമാനിച്ചത് തന്നെ ചേട്ടനുള്ളതുകൊണ്ടായിരുന്നു. പക്ഷെ ചേട്ടന്റെ പേര് നല്ല രീതിയിൽ ആക്കി കൊടുത്തോണ്ട് അവിടെ നിന്ന് ഇറക്കി വിട്ടു. അല്ല അതല്ല, കുറച്ച് ഹൈറ്റ് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാ പോയെ. എന്നിട്ട് എത്ര കിട്ടി? അപ്പൊ ചേട്ടൻ പറഞ്ഞു ഹൈറ്റ് ഒന്നും ഇനി വെക്കത്തില്ല. മൊരടിച്ചു പോയി എന്ന് പറഞ്ഞോ? ഇല്ല, ഇനി ഇത്ര ഹൈറ്റ് വരൂ, ഇനി എന്തൊക്കെ ചെയ്താലും മൊരടിച്ചു പോയി. തൂങ്ങിയാ മതി, തൂങ്ങിയാ മതി, അത് തൂങ്ങിയിട്ടൊന്നും കാര്യമില്ലെന്ന് പറഞ്ഞു. ഇല്ല കഴുത്തെ കൊടുക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഹൈറ്റിലൊക്കെ എന്തിരിക്കണോ അനു അല്ലേ? അതെ സത്യ, ഹൈറ്റിലൊന്നും ഒന്നുമില്ല കേട്ടോ. പക്ഷേ ഉണ്ട്, അതൊന്നുമില്ല. കുട്ടിയെ സെന്റ് എടുപ്പിക്കല്ലേ. നിന്റെ ഫേസ് ഒക്കെ വല്ലാണ്ടായി, നീ ഒരു 10 പുഷ് എടുക്കും. കക്കറച്ചി കഴിക്കണ നല്ലതാണല്ലേ. നമുക്ക് കാണിച്ചു കൊടുക്കണം, ജിമ്മന്മാരുടെ മുന്നിൽ നമുക്ക് കാണിച്ചു കൊടുക്കണം. നമുക്കൊരു വെറൈറ്റി ആയിട്ട് ചെയ്താലോ ചേട്ടാ? ഞാൻ പറയാം എത്ര പുഷപ്പ് എടുക്കാറുണ്ട് ഡെയിലി? അല്ല, നവീനമായിട്ട് നമ്മളിപ്പോ കുറച്ച് അടുപ്പത്തിലുണ്ടല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഞങ്ങളുടെ അടുത്തൊരു സംഭവം പറഞ്ഞു. അത് ഈ നവീനോട് പറഞ്ഞു നേരത്തെ തുടങ്ങണ സമയത്തെ ഡെയിലി രാവിലെ 25 പച്ചമുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൈസാവും എന്ന് പറഞ്ഞു. നവീൻ എറണാകുളം മുഴുവൻ കറങ്ങിയിട്ട് വൈകുന്നേരം അവനെ വിളിച്ചിരുന്നു. ഞാൻ അന്വേഷിച്ചിട്ട് പച്ചമുട്ട കിട്ടിയില്ല, വെള്ളമുട്ടയുള്ളത് കഴിച്ചാൽ മതിയായിരുന്നു. അത് ചെയ്യും. തടി മാത്രമേ ഉള്ളൂ, ബുദ്ധി കുറവാ. എല്ലാരും അപമാനിക്കുന്നേ ഈ വ്യക്തി. ശരി നിങ്ങളുടെ അടുത്ത് ചോദിക്കട്ടെ, നമ്മുടെ ലാലേട്ടൻ ഒരുക്കി ഇട്ടിട്ടുള്ള പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് പുഷപ്പ് എടുക്കണ മുകളിൽ പ്രണവും കൂടെ കേറിയിട്ട് എങ്ങനെയാണ്, അതായത് ഭയങ്കര ടഫാണോ അതൊക്കെ ചെയ്യാനായിട്ട്? നിങ്ങളെ സംബന്ധിച്ചൊന്ന് പറയുമോ? ടഫാണ്. എത്ര പുഷപ്പ് എടുക്കും ഇയാള്? ഒരു 30 കടിയും. ഒരാളെ 3 മാസം കൊടുക്കാം. ഒരു മാസം അല്ല, ഞങ്ങളങ്ങനെ ഒരു സ്വർണ്ണ. ഞാൻ ചോദിക്കട്ടെ, നവീന്റെ ബോഡി കണ്ടിട്ട് താങ്കളെ കടത്തി വെട്ടാൻ പറ്റും, ബീറ്റ് ചെയ്യാൻ പറ്റും, മോർ ദാൻ 30 എടുക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? എടുക്കാൻ പറ്റും. നവീന് സ്വയം തോന്നുന്നുണ്ടോ? എനിക്ക് പുഷപ്സ് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ എടുക്കും. അല്ല, എത്ര എണ്ണം വരെ എടുക്കാറുണ്ട്? ഒരു 100 എണ്ണം. 100 എണ്ണം അടുപ്പിച്ചല്ല, ഘട്ടം ഘട്ടമായി. ഒരു മാസം അല്ല, ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഒരു 10-70 എണ്ണം ഒക്കെ മാക്സിമം. 10-70-60 എണ്ണം ഒക്കെ മാക്സിമം. 10-70-60 എണ്ണം 20 12 12 60-70 ഇല്ല, 60 വരെയൊക്കെ മാക്സിമം. ഓക്കെ ശരി. അപ്പൊ ഒരു എനർജി ബൂസ്റ്റർ എന്നുള്ള രീതിയിൽ വെറുതെ പുഷപ്പ് എടുക്കണ്ട, അതൊരു ബുദ്ധിമുട്ടാവും. നമ്മൾ ഒരു റാഗിങ് പോലെയും. കാരണം നവീൻ ഇപ്പൊ വന്നിട്ട് ആദ്യമായിട്ട് നടപടിയൊന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നവീന്റെ കൂടെ 2 പേരെ ഞാൻ തരും. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറെ പേരുണ്ടല്ലോ ഇവിടെയും. ഓക്കെ നോക്കണ്ട, ഞാൻ അത്ര ബ്യൂട്ടിഫുൾ. ഓക്കെ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തരും ഞാൻ. ഓക്കെ, റെഡിയാണോ? ഇത് നമ്മുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. പിന്നെ ഇങ്ങനത്തെ ഒരു അവസരം വേറെ കിട്ടില്ല. ബ്യൂട്ടിഫുളിന്റെ മുകളിലാണ് നിൽക്കണേ ഞാൻ. ആരാണ് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആള്? തരാം, വാ തുടങ്ങി. ഞാൻ ചത്തുപോകും. കൊച്ചായിട്ട് സ്ഥിരം അന കളിക്കാറുണ്ടല്ലേ? കൈ അവിടെ കുത്തിക്ക. എന്താ കൈ അവിടെ ഇവിടെ കുത്തു. കൈ 2 ഒരാളും കൂടെ ഒരാളെ വിളിക്കാറ് വേഗം. ഒരു വലിയ ഗൈഡ് നവീൻ. ഓക്കെ, ശരിക്കും ഈ മസിലൊക്കെ വെറുതെ എന്ന് വിചാരിച്ച, പക്ഷെ നവീൻ ഭായി പൊള്ളിച്ചടക്കിയേട്ടാ. അങ്ങനെ ഫയൽമാൻ ജയിച്ചേ.
സൂപ്പർ. ആക്ച്വലി ഇതൊക്കെ വെറുതെ വീരവാദം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ബ്യൂട്ടിഫുൾ കുട്ടൻ, ഈ ഹാൻസം കുട്ടൻ കേറിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു സുധി ചേട്ടന്? അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു. എന്നാലും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യമെങ്കിലും ഒരു പുഷപ്പ് അടിച്ചില്ലെങ്കിൽ നാണക്കേടാണ്. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല മുടിയം വന്ന് കയറുന്നത്. അതൊരു ബാലൻസ്ഡ് ആവും. അവ എന്റെ പുറത്തല്ലേ, ഞാനല്ലേ? നിങ്ങളുടെ രണ്ടുപേരും വെയിറ്റ് ഞാനല്ലേ താങ്ങേണ്ടത്? അവൻ എന്റെ പുറത്തല്ല, പിന്നെ നീ എങ്ങനെ താങ്ങും? ടയേർഡായാ എന്നാ നീ എന്റെ പുറത്ത് കയറിക്കടാ. അപ്പൊ മുത്തച്ഛൻ നിന്റെ മുതുകത്തല്ലിരിക്കുന്നത്, അതിന്റെ വെയിറ്റ് എനിക്ക് വരില്ലല്ലോ, നീ കയറിക്കടാ. ഏറ്റവും താഴെ ഞാനല്ലേ നിൽക്കുന്നത്. ഏറ്റവും താഴെ എന്നെയല്ലേ നീ താങ്ങുന്നേ? നിങ്ങൾ അവനെ നീ എങ്ങനെ താങ്ങും? അവനെ ഞാനല്ലേ താങ്ങുന്നത്? ഞാനാ ചേട്ടൻ എടുത്തേക്കണത്. അതെങ്ങനെ ശരിയാവും? അല്ല, ഈ പറഞ്ഞ 3 താങ്ങി ഞങ്ങൾ രണ്ടുപേരും കൂടെ. എന്തായാലും ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഓഡിയൻസിന്റെ സൈഡിലേക്ക് നമ്മുടെ ടമാർപടാർ ടീമിന്റെ ഒരു വെല്ലുവിളി നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾക്ക് പറ്റുമോ ഒരു ചലഞ്ച്? എത്ര പേരെ വെച്ച് നിങ്ങൾക്ക് പറ്റും? നോർമൽ പുഷ് പഠിക്കാം. ഞങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്സ് ഇഷ്ടമല്ല. നിങ്ങൾ നാറ്റിക്കല്ലേ കേട്ടോ, നിങ്ങൾ ജിമ്മന്മാരെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇത്രയും ഒരു വാം വെൽക്കമിംഗ് ഒക്കെ തന്നിട്ട് ടമാർപടാറിൽ നമുക്ക് പറ്റുള്ളൂ. എന്റെ ശിഷ്യം വരും. അപ്പൊ ആശാൻ കൈ ഒഴിഞ്ഞിട്ടുണ്ട്. ആശാനെ ബാ, ഒരാളും കൂടെ പോരട്ടെ. ആശാൻ ആശാൻ അപ്പോ നമ്മുടെ ടമാർപടാറില് നമ്മുടെ ടീം 3 പേരെ വെച്ച് ചെയ്തപ്പോ അതൊക്കെ മേലെ ചെയ്യാന്നാണ് ഇവര് പറയണേ. നോക്കാം. ഒരാളും കൂടെ ഒരാളും കൂടെ ഒരേ ഒരു പുഷ് മതി. ഒരേ ഒരെണ്ണം. ശരിക്കും ബീറ്റ് ചെയ്തിരിക്കുകയാണ് 4 പേരെ വെച്ചത്. ഹാറ്റ്സ് ഓഫ്. പേരെന്തായിരുന്നു? അരുൺ. നേരത്തോ ചെറുതായിട്ട്, പക്ഷെ ആസ് യൂഷ്വൽ എടുക്കുന്ന കാരണം ഇത് സിമ്പിൾ ആണോ? അങ്ങനെ പറയാം. അപ്പൊ 3 പേര്. ആശാൻ എവിടെ? ആശാനെ സംബന്ധിച്ച് നല്ല ആശാൻ ടോശം വാ. ആശാൻ നൈസായിട്ട് ഞാനില്ല, എന്റെ പിള്ളേരെ ഞാൻ ഇറക്കാന്നൊക്കെ. ആശാന്റെ പേരെന്താ? വിഷ്ണു. എങ്ങനെയുണ്ട് ഈ സ്റ്റുഡന്റ്? എന്റെ കാത്തൂന്നൊക്കെ ഞാൻ എന്നിൽ പോലും ഇങ്ങനെ വിശ്വസിച്ചിട്ടില്ല എന്നൊക്കെ പറയൂ. അടിപൊളിയായിരുന്നു. പ്രതീക്ഷിച്ചില്ല. നല്ലൊരു അറ്റം. അവരുടെ അധികം ചൂടായി ചെല്ലത്തില്ല. ഒരിക്കലും വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ ഇവിടെ നിന്നാലും എന്റെ സ്റ്റുഡന്റെങ്കിലും എന്റെ മാനം കാത്തല്ലോ എന്നാണ് ഈ വാട്ട് എവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ശരി, അപ്പൊ ബാക്കിയുള്ള എല്ലാവർക്കും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. ഇന്നത്തെ എപ്പിസോഡിൽ ഗെയിം ഒക്കെ ചെയ്യാൻ ഇവർക്ക് ഇത്തിരി സ്പിരിറ്റ് കൂടും, കാരണം നിങ്ങളുടെ മുന്നിൽ ആളാവണമല്ലോ, ഇപ്പോഴേ തോറ്റിരിക്കുകയാണല്ലോ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു. ഇന്നത്തെ എപ്പിസോഡിലെ ഗെയിംസ് ഒക്കെ വേഗം സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണ് നമ്മുടെ ചേട്ടന്മാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ തന്നെ ഇങ്ങനെ ഈഗോന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുക. കാരണം നമ്മുടെ അരുണും കൂട്ടരും പുഷപ്പ് ഒക്കെ എടുത്തിട്ട് അവരെ ബീറ്റ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പൊ ഇനിയാണ് ഒന്ന് ജയിച്ചെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ അല്ലെ? അപ്പൊ 10 മുട്ട തിന്നുന്ന ആളാണ് തോറ്റിട്ട്. നോക്കാം നമുക്ക്. ഇവരുടെ മുന്നിൽ നാണം കെടരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ കൂട്ടത്തിലെ ഇന്നത്തെ എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരുപാട് തള്ളു കഥകൾ നമ്മൾ കേട്ടതാ. തള്ളാൻ ബെസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് ഉന്തും തള്ളും. ശരി, അപ്പൊ ഉന്തം തള്ളെന്ന് പറഞ്ഞ ഗെയിം എങ്ങനെയാ കളിക്കണമെന്നുണ്ടെങ്കിൽ പറഞ്ഞുതരാം. അതായത് ടീംസിൽ 2 നിങ്ങൾ ബോൾസ് പ്ലേസ് ചെയ്ത് കൊടുക്കാനാണ്. നിങ്ങൾ ഇവിടെ വെച്ച് കൊടുക്കും. നിങ്ങൾ കമന്ന് കിടന്നിട്ട് ഇത് തട്ടിയോ അല്ലെങ്കിൽ ഹെഡ് ചെയ്തിട്ടോ മാക്സിമം ഏറ്റവും അധികം കോർട്ടിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കാം. 2 പേരും ഒരുമിച്ച് കളിച്ചോളൂ. ആൻഡ് അവിടെ നിന്ന് ആരാണോ ആദ്യം പ്ലേസ് ചെയ്യുന്നത് അവർക്ക് തിരിച്ചു വരാം, അടുത്ത ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. 2 പേരും ഒരുമിച്ച് പോകേണ്ട കാര്യം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. തിരിച്ചു വരിക 2 പേർക്കും ബോൾ ഇടാം. ഓക്കെ, അങ്ങനെ ഏറ്റവും കൂടുതൽ ബോൾസ് കോർട്ടിൽ ഇടുന്ന ടീമായിരിക്കും വിൻ ചെയ്യുക. ഡിഫറെന്റ് കളേഴ്സ് ആണ്, അപ്പൊ നമുക്ക് അങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഒരാൾ പോയി തിരിച്ചു വന്നാൽ അടുത്ത ആൾ കയറണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സോ യുവർ ടൈം സ്റ്റാർട്ട്സ്. അരെ സോണിയ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഐഷ തട്ടിക്കൊണ്ടോ? ഓക്കെ, കറക്റ്റ് ചെയ്ത് വെക്കും. തോട്ടിന്റെ അപ്പുറത്തേക്ക് പോയാൽ കൂട്ടില്ല കേട്ടോ. പിന്നെ തിരിച്ചു വരരുത്.
പെട്ടെന്ന് വാ പോയിട്ട്. അതെ ഇവരൊന്നും കൂടെ പോട്ടെ ഒന്നുകൂടെ ഒന്നുകൂടെ പോട്ടെ. ഒന്നുകൂടെ നിങ്ങൾ ഒന്നുകൂടെ. വണ്ടി പോട്ടെ റൈറ്റ്. വേഗം ഓക്കെ അടുത്ത കിട്ടിയവർക്ക് പോവാം ഇതൊരു ചെറിയ കളിയാണ് വേഗം ഓക്കെ മതി സൂപ്പർ അടുത്തത് കമോൺ വെയിറ്റ് ചെയ്യണ്ട അടുത്ത ആൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാം ഐഷു യു കൻ സ്റ്റാർട്ട് വെരി ഗുഡ് വെയിറ്റ് ചെയ്യണ്ട ഓക്കേ പെട്ടെന്ന് അയ്യോ നെൽസോ. അയ്യോ ടീമിനും ആൻഡ് 2 points to നെൽസൺ ചേട്ടൻ ആൻഡ് ടീം. ഇനി നമ്മുടെ ഫൈനൽ റൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബോർഡ്സ് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് കമ്മിന്ന് കിടക്കാൻ. ആകെ ഒരു ബോളും ഉണ്ടായിരിക്കും. ഓക്കെ ആർക്ക് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടി തല വിളിച്ച് ആദ്യം ആരാണോ കോട്ടിലിടുന്നത് അവരുടെ ടീം ആയിരിക്കും ജയിക്കാൻ പോണേ. ഓക്കെ ഐശ്വര്യ റെഡിയാണല്ലോ അല്ലേ? ഓക്കെ അപ്പൊ ഉന്തത്തള്ളിന്റെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞു. ഏതായാലും സെക്കൻഡ് റൗണ്ട് ഫൈനൽ റൗണ്ടിലേക്കാണ് നമ്മൾ പോകാൻ പോണത്. എനിക്ക് തോന്നുന്നു നെൽസൺ ചേട്ടന്റെ ടീം ആയിരിക്കും ജയിക്കാന്ന്. കാരണം ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിയുടെ കൈയൊക്കെ മുറിഞ്ഞ് ചോര കണ്ടിട്ടുണ്ട്. ഒരു ശുഭലക്ഷണാണല്ലോ. നോക്കാട്ടോ. അപ്പോ ഐഷു ആണോ ആ ടീം? ആ ഓക്കെ. സോ ദീപൻ ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ ഒരുമിച്ചായിരിക്കും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാട്ടോ ഒരു യാത്ര. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. നവീൻ ഗോ. വണ്ടി പിടിക്കരുത്. നവീൻ ഗോ. അഞ്ചാളിന്റെ വസ്ത്രാക്ഷേപമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അടുത്ത 2 പേര് ഒരുമിച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നേ. Ready? 1, 2, 3, start. Woo, super. അയ്യോ അത് പോട്ട്. ഒന്നുകൂടെ. തിരിഞ്ഞ്. ബലൂൺ തട്ടിയത് സനുജ. 1, 2, 3. അടുത്ത 2 പേര് ഓക്കെ. തട്ടണം. തട്ടി പുറപ്പെട്ടാ. പീറ്ററാളൊക്കെ എല്ലാ എന്നെ കൊല്ലിട്ട് ഇവിടെ. എവിടെ? Ready? 1, 2, 3, start. വണ്ടി പോട്ടെ. ആരും ഇടിച്ചു പിടിച്ചു നിർത്തരുത്. ഓട്. ഞാനൊന്ന് വന്നു. ഞാനിതില് കളിക്കണ ആളാണ്.
വണ്ടിയിൽ അങ്ങനെ കിടക്കണം നിങ്ങൾക്കറിയോ? അടിക്കുന്നടി അടുത്തിരണ്ടാള് ടൈം സ്റ്റാർട്ട്സ് നൗ. ഓക്കെ വിട്ടോ മുമ്പേ പോണു എന്റെ മാനോന്ന്. ഓക്കെ താഴെ പോലെ വിട്ടോടാ ഓടിക്കോ. അതേടാ പുറയില് കിടക്കണോട്ടാ. അയ്യോ Again. Yes, ദീപൻ മോളില് ഹോൾഡ് ചെയ്യാൻ പറ്റില്ല തട്ടി ഗെയിം മാറിപ്പോയോ? ഐശോ ബോൾ കൊണ്ട് പോ. തട്ടി ദീപൻ. എന്തുവാ ഒത്തിരി വിടറാ. ഓ രണ്ടുപേരും കൂടെ ഒന്ന് പോയി. ഐശോ പെട്ടെന്ന് പോ. ചെല്ല് അവനെ തൊടിച്ചേറി അവനെ. അവനെ വലിച്ചോണ്ട് പോ. അടി Oh my God! Actually, ഇവിടെ എന്ത് സംഭവിച്ചു? ദീപനെ ബാക്കി വെച്ചിട്ടുണ്ട് ഐഷു. ഞാനൊന്ന് നോക്കട്ടെ. പിച്ച് ചീന്തി. അയ്യോ, ഒരു മിനിറ്റ് ഐഷുവിന്റെ ഇവിടെ ഒരു പാട്, ഇവിടെ ഒരു പാട്. അവിടെ ഞാൻ ഉമ്മ കൊടുത്തതാ, അതെന്റെ ഉമ്മയാണ്. എന്താ സംഭവിച്ചത്? എന്താണ് മൈക്കിള് ഇങ്ങനെയൊക്കെ പിച്ച് ചീന്താൻ ഞാനൊന്ന് നോക്കട്ടെ. ദീപനെ മൊത്തത്തിൽ ബാക്കി വെച്ചിട്ടുണ്ടെന്ന്. എന്താ സംഭവിച്ചത്? ഭയങ്കര ആക്രമണമായിരുന്നല്ലോ. ഇക്ലിയാക്കുന്നു, വലിച്ചു കീറുന്നു, കടിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിനെ വലിച്ചു കീറുന്നു. എന്തോ ഐശ്വര്യ, അവസാനം നീ വിടാൻ വേണ്ടിട്ട് നിന്റെ കാലം പിടിച്ചതാ. ദീപൻ ഈ ഗൾഫിലൊക്കെ പോയിരിക്കുന്നോണ്ടാണ് ദീപന് ശരിക്കും ആളെ മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അയ്യോ ഏകദേശം മനസ്സിലായി, വൈൽഡ് ആണെന്ന് മനസ്സിലായി. എന്താ പറയാനുള്ള തിരിച്ച്? എന്തുകൊണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അറ്റാക്ക് ഈ ഭാഗത്തുനിന്ന് ഉണ്ടായത്? ഞാനേ അവിടുന്ന് പോകുന്ന സമയത്ത് ചേട്ടന് പിടിച്ചു നിർത്തി. ഓ ചേട്ടാന്നൊക്കെയാണ് വിളിക്കണേ, ഭാഗ്യം. പിന്നെ ഒരു തരത്തിൽ എനിക്ക് അനങ്ങാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ അപ്പൊ നമ്മൾ വിട്ടുകൊടുത്താൽ ശരിയാവില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ കയറി പിടിച്ചു. പിന്നെ ബോള് പിടിക്കുന്ന ബോള് മുഴുവൻ പൊട്ടി പോകുന്നു. എന്റെ സൈഡിൽ കിട്ടുമ്പോഴത്തേക്ക് അത് മുഴുവൻ പൊട്ടി പോകും. പിന്നെ എന്തോ ഭാഗ്യത്തിന് അവിടെ വരെ എത്തിക്കാൻ പറ്റി. എന്തായാലും ഐഷു, you did a wonderful job. And ദീപ പോയി നന്നായി ശരിക്കും ബോൾ പൊട്ടി സൗണ്ട് ഒക്കെ കേട്ടിട്ട് മനസ്സിലായി, ഞാൻ അതിനേക്കാളും പൊട്ടി. അതാ പറഞ്ഞേ, പോയി നന്നായിട്ട് ഒഴിച്ചില്ലോ ആകെ മാന്തിയൊക്കെ പാടൊക്കെയാണ്. എന്തായാലും എന്റെ പെണ്ണുമ്പിള്ള നിന്നെ കാണുന്നത് പണി പാഴ്സലാ. ശരി, ഇതിനിടയിൽ നമ്മൾ വിട്ടുപോയ രണ്ടുപേരുണ്ടായിരുന്നു. അവരെ നമുക്ക് വിളിക്കണ്ടേ, കാര്യങ്ങൾ ചോദിക്കണ്ടേ, എന്താ സംഭവിച്ചത് അറിയണ്ടേ? പേര് വിളിക്കണ്ട, വേഗം ഇങ്ങോട്ട് വന്നോളൂ. ആരാന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കിണ്ടാവും. പോരെ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും പൊക്കോളൂ. താങ്ക് യു. ഞാൻ വിളിച്ച രണ്ടുപേരെവിടെ?
ഞാൻ വിളിച്ച അയ്യോ ഞാൻ നിങ്ങളെയായിരുന്നു വിളിച്ചിരുന്നേ. അയ്യോ ഞാൻ അനുവിനെയാണോ വിളിച്ചിരുന്നത്? Actually, ഈ ഗെയിം എന്തായിരുന്നു actually? അതാണ് ഈ ഗെയിം എല്ലാം ഞാൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ഗെയിം എല്ലാം സ്ഥിരമായിട്ട് അനൗൺസ് ചെയ്യുന്ന ലക്ഷ്മി എടുത്ത് ചോദിക്കുക ഗെയിം എന്താണ്? അല്ല അതാ ഞാൻ ചോദിച്ചത്. സ്ഥിരം അനൗൺസ് ചെയ്ത് ഞാൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കളിച്ചു കഴിഞ്ഞപ്പോ ഞാനാണ് നിങ്ങളോട് ചോദിക്കുന്നത് എന്തായിരുന്നു ആക്ച്വലി? എനിക്കപ്പോൾ അവിടെ കൊണ്ടിടണമായിരുന്നു. അത് കറക്റ്റ് ആയിട്ട് ഇട്ടല്ലോ. ഈ ചേട്ടനെ വിടുന്നില്ല, പിടിച്ചു വെക്കുക. വിട്ടില്ല ഓക്കെ, പക്ഷെ എന്തൊക്കെയോ വിളിച്ചു. അല്ല അത് മാന്യമായിട്ട് നമുക്ക് മാന്യമായിട്ട് പറയാം. പിടിച്ചേട്ടാ പിടിച്ചേട്ടാ അല്ല അല്ലാതെ എടുത്തിട്ടുണ്ട് പിടിച്ചേട്ടാ ഇതല്ല വിറാ, വിറാ, വിറാ. ചേട്ടാ ഈ സെൽഫ് ഞാൻ ചേട്ടന് അങ്ങനെ സംസാരിക്കില്ലെന്ന് ചേട്ടൻ അറിയാമല്ലോ. അതെ ഇതിപ്പോ ഭയങ്കര റെസ്പെക്ട്. അല്ല ഇത് രഹസ്യമായിട്ട് ചേട്ടനെ അങ്ങനെ വിളിക്കില്ല എന്നാണ് പറഞ്ഞത്. പരസ്യമായിട്ട് എല്ലാവരുടെ മുന്നിലും വിളിച്ചല്ലോ, എല്ലാരും കേട്ടല്ലോ. ആ സമയത്ത് ചേച്ചിയായ പോലും പറയോ? ഞാൻ അങ്ങനെ പറയില്ല എന്റെ സുധിച്ചേട്ടാ, എന്റെ പൊന്ന് സുധിച്ചേട്ടാ, ഞാൻ അങ്ങനെ സംബോധന ചെയ്യുള്ളൂ. ഞാൻ അങ്ങനല്ല അത് കാണുന്നത്. ഒരു മിനിറ്റ് ഇതിനും സുചേട്ടൻ നിങ്ങൾ വന്നൊരു കാര്യം പറയട്ടെ. അനു ഇത് ഒരു എപ്പിസോഡായിട്ടല്ല, കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളായിട്ട് ഇങ്ങനെ തുടരെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിന് മുമ്പത്തെ ഒരു എപ്പിസോഡില് സാജുചേട്ടന്റെ മുഖത്ത് അടിച്ചിരുന്നു. അടിച്ചിരുന്നു. ഇപ്പൊ സുധിച്ചേട്ടനെ കേറി അനു ഇത് വളരെ മോശമാണ്. കാരണം നമ്മുടെ ടമാർ പടാറിന്റെ ഫ്ലോർ മാന്തി. അപ്പൊ എനിക്ക് തോന്നുന്നത് പെൺകുട്ടികളോടല്ല ചേട്ടന്മാരെയാണ് ഒരു ഡിസിപ്ലിൻ ഇല്ല, അച്ചടക്കം ഇല്ല. സോ ഇതിങ്ങനെ പോയി ശരിയാവില്ല. കാരണം സംഗതി ഗെയിം ഷോ ആണ്, ഫൺ എലമെന്റ്സ് ആണ്. പക്ഷെ അനു ഇത് തമാശക്ക് പറയല്ല, ഇത് സീരിയസ് ആയിട്ട് പറയാ. എന്താ പറയാ, ചേട്ടൻ സ്നേഹം കൂടുതൽ. അത് മനസ്സിലായി. അത് മനസ്സിലായല്ലോ. പിന്നെ സുധി നിങ്ങൾ സെപ്പറേറ്റ് നോക്ക്. അവൻ എങ്ങനെ ഗെയിം കളിക്കുന്ന തുമ്പ് എങ്ങനെ ആയിരുന്നു ഇപ്പൊ നോക്കിയേ. അവനെ കൊണ്ട് അവനെ ഒന്നിനും കൊള്ളത്തില്ല. എങ്ങനെ തോന്നി? ഇത് ചിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ ആ സമയത്ത് ഇവിടെ വന്ന് ഞാൻ അനുവല്ല ചേട്ടനുമല്ല. നിങ്ങളെ സ്വന്തം ഐഡന്റിറ്റി പണയം വെച്ചിട്ടാണോ? അപ്പൊ ഒരു മിനിറ്റ്, അനു കളിക്കുമ്പോ അനു ആരായിട്ടാണ് സ്വയം? ആ സമയത്ത് അതെന്റെ ഒരു മോളാണ്, അല്ലാതെ കുഞ്ഞാണ്. എനിക്ക് അങ്ങനെ മോളെ 5-6 പ്രാവശ്യം പൊട്ടിച്ച് മോളെ 5-6 പ്രാവശ്യം കുത്തി പൊട്ടിക്കുന്നുണ്ട്. എനിക്ക് രക്ഷിക്കണം, അതാണ് എന്റെ മനസ്സ്. കണ്ടു, രക്ഷിച്ചതൊക്കെ കണ്ടു. അല്ല ഞാൻ ചോദിക്കട്ടെ, ഗെയിം കളിക്കുമ്പോ അനു അറിയുന്നില്ല നമ്മൾ ഈ ഇന്ത്യൻ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഉറങ്ങിക്കിടക്കുന്ന ഒരു നാഗവല്ലിയായിരുന്നു അനുവിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നിരുന്നത്. അല്ല ഗംഗേന്ന് വിളിച്ചിട്ടൊന്നും കേൾക്കണ്ടായിരുന്നില്ല, തിരിച്ചു വിളിച്ചിരുന്നത്. ആ നാഗവല്ലി ഞങ്ങൾക്കൊന്ന് കണ്ടേ പറ്റൂ. ഇപ്പൊ ഗെയിം കളിക്കാത്ത സമയമാണ്. അനുവിന്റെ ഇപ്പൊ ഉപബോധ മനസ്സല്ലല്ലോ ശരിക്കുള്ള, അങ്ങനെ തന്നെയല്ലേ പറയാ, ഇത് ബോധ മനസ്സ് അല്ലേ? അപ്പൊ ഇപ്പൊ ബോധ മനസ്സിൽ ആ ഒരു നാഗവല്ലി നമുക്കൊന്ന് കാണണം. ആ മോഡുലേഷനിൽ വേണം പറയാം.
കൂത്താണ് അറുക വെള്ളത്തിൽ പുതിയ മലരിനവെ മടൽ വിടും കണ്ണു കൂത്താണ് നീണ്ട നാളുകളായി നാം കൊണ്ട താപം കാതലോയാക വിളൈந்திടവേ കാലകാലമായി നാം ചെയ്തയാകം കോപത്തീയാക വളർന്നിടവേ എഴുந்தേ இளைவரும் தடைகளும் உடைந்திடவே நேசம் பாசம் இங்கிடாமல் உனக்கென நீண்ட காலம் நெஞ்சம் ஒன்று துடிக்கையில் ஒரு முறை வந்து பார்த்தாயா நீ ஒரு முறை வந்து பார்த்தாயா ഇപ്പൊ ഓക്കെ. ഇപ്പോഴാ കറക്റ്റ് ആയത്. സീരിയസ് ആയിട്ട് வந்து பார்த்தாயா என் மனம் நீ அறிந்தாயோ അങ്കനമാ മൗലി മണി തിങ്കളാസ്യേ ചാരുശീലേ നാഗവല്ലി മനോന്മണി രാമനാഥൻ തേടും ബാലേ മാണിക്യവാസകർ മൊഴികൾ നൽകി ദേവി മാണിക്യവാസകർ മൊഴികൾ നൽകി ദേവി ഇളങ്കോവടികൾ ശീലം നൽകി തമിഴകമാതയും ശൃംഗാരറാണി പഴമുതിർ കൊഞ്ചലിൻ ചോലയായി തമിഴകമാതയും ശൃംഗാരറാണി പഴമുതിർ കൊഞ്ചലിൻ ചോലയായി. അടിപൊളി. അയ്യോ നാഗവല്ലി ഒന്നുമില്ലേ? നാഗവല്ലിയുടെ പ്രേതം തിരിച്ച് ഇങ്ങോട്ട് കയറിയെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ആക്ച്വലി നമ്മള് ചരണവും അനുപല്ലവിയും ചരണമാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ പല്ലവി മുതലേ ലീഡ് പ്ലേ ചെയ്യാൻ പറഞ്ഞപ്പോ പ്ലേ ചെയ്തു. അനുവിനെ കളിച്ച് കളിച്ച് ലാസ്റ്റ് വയ്യാണ്ടായി. അയ്യോ വയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയുണ്ടായിരുന്നു? തോം തോം വരാൻ വൈകിപ്പോയി. എടോ തോം തോമേ തനിക്കിത്തിരി നേരത്തെ പുറപ്പെട്ടുകൂടായിരുന്നു. ഇച്ചിരി ലീഡ് ഇടാൻ പറഞ്ഞപ്പോ ഫസ്റ്റ് തൊട്ട് ഇട്ട് നെൽസൺ പറയണ കേട്ടോ അവിടെ കടന്നോളാം. എന്റെ അടുത്തൊന്ന് ചോദിച്ചു കറങ്ങി വന്നിട്ട് എന്തോ ചെയ്യണം എന്തോ ചെയ്യണം. ഞാൻ പറഞ്ഞു നീ വീഴാൻ പറഞ്ഞു, വീണ് കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ നിന്ന് വീണ് കിടന്ന് അല്ലെ അപ്പഴും കളിക്കേണ്ടി വന്നു. എന്തായാലും സുധിച്ചേട്ടാ ഞാൻ സീരിയസ് ആയിട്ട് ചോദിക്കാണ്, നാണമില്ലേ? അതല്ല ഒരാളെ കഴിഞ്ഞിട്ടേ അവിടെ നിന്നോളൂ ഇനി അടുത്ത ആള് പോരട്ടെ. ആ പോരട്ടെങ്ങനെ പോരട്ടെങ്ങനെ പറഞ്ഞിട്ട് ഐശ്വര്യൊക്കെ വിളിക്കണ്ടായിരുന്നല്ലോ. ഒരു മാക്സിമം ഇല്ലേ പുള്ളിക്കാരി, ആ, ആ. മിനിമം ഉണ്ട്. അതിന്റെ മേലിലോട്ട് പറ്റൂല. അപ്പൊ അടുത്ത ആളെ വിളിച്ചതാ. സംഗതി അടിപൊളിയായിരുന്നു. എന്തെങ്കിലും പറയണ്ടോ? ഒരു 4 വേർഡ്സ് എന്തൊക്കെയോ പറയണമെന്നൊക്കെ പറയണ്ടേ? അതാണ് ഇതാണ് 4 വാക്ക്. ശരി, എന്തായാലും ഇതാണ് 8ന്റെ പണി എന്ന് പറയണേ. അനു ഗെയിം കളിക്കുമ്പോ ഇതിപ്പോ എന്തിനാ നമ്മൾ ചെയ്യിപ്പിച്ചെന്നുണ്ടെങ്കിൽ ഇത് പനു അറിഞ്ഞുകൊണ്ടാണ് നാഗവല്ലി. ഏതായാലും ചേട്ടന്മാരെ വല്ലതും പറഞ്ഞാണ്ടല്ലോ ഗെയിം കളിക്കുമ്പോ എന്തായാലും സീരിയസ് ആയിട്ട് ഞാൻ പറയണേ. എടാ പോടാന്നൊക്കെ ചേട്ടന്മാരെ വിളിക്കാം. എങ്ങനെ പോയാലും ഒരു 10-15 വയസ്സിനുള്ളതല്ലേ നീ? 15 16 സാജു 17ന്റെ മേലിലോട്ട് പോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും 20. സുചേട്ടന്റെ ഈ ഒരു കോസ്റ്റ്യൂം ആണ്. പക്ഷെ ഇതിൽ നിന്നിട്ട് സീരിയസ് ചൂടാവുമ്പോഴേ കുട്ടിക്ക് അത് ഏഷ്യനിലാന്ന് തോന്നുന്നുണ്ട്. ചിരി വരുന്നുണ്ടല്ലേ ഈ കോസ്റ്റ്യൂമില്? കണ്ടോ? അപ്പൊ ഇത്ര നാഗവല്ലി ആക്കിയിട്ടും ഇപ്പോഴും അത് അങ്ങനെ തന്നെ. എന്തായാലും അനുക്കുട്ടി അടിപൊളിയായിരുന്നു. ഒരു നല്ലൊരു എന്താ പറയാ ഒരു ഫൺ മൊമെന്റ്സ് ആണ് ഇവിടെ നിങ്ങൾ 3 പേരും കൂടെ നമുക്കായിട്ട് സമ്മാനിച്ച്. അപ്പോഴേ ഈ തള്ളുകഥകളൊക്കെ
കേട്ടിട്ട് നമ്മളിങ്ങനെ അന്തം വിട്ടിരിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ഈ ഉന്തും തള്ളും പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിം കണ്ടിട്ട് നമ്മളെല്ലാവരും പൊട്ടിച്ചിരിക്കായിരുന്നു അല്ലേ. ഒരുപാട് ഫൺ പാക്ഡ് ആയിട്ടുള്ള കുറെ മൊമെന്റ്സ് ഉണ്ടായിരുന്നു എന്റെ അനു. ശരി, ഓക്കെ. അപ്പൊ ഇതിലും ഗെയിമിന്റെ റിസൾട്ട്സിലേക്ക് വരാം. നമ്മുടെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞപ്പോൾ സാവിഷന്റെ ടീമായിരുന്നു ടോട്ടൽ 4 പോയിന്റ്സ് സ്കോർ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫൈനൽ റൗണ്ട് കഴിഞ്ഞപ്പോൾ നെൽസന്റെ ടീമാണ് 4 പോയിന്റ്സ് സ്കോർ ചെയ്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഒരു ത്രാസാവുമ്പോ കറക്റ്റ് വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും ജയിച്ചു എന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. എങ്ങനെയുണ്ട്? ഈക്വൽ ആണ്. അപ്പൊ രണ്ട് ടീമും വിൻ ചെയ്തിരിക്കുകയാണ്. സോ ജിമ്മന്മാരുടെ മുന്നിൽ ഇത്തവണ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് നിങ്ങളുടെ ഒരു എഫേർട്ട് ഉണ്ടല്ലോ, കാരണം ചില്ലറ കളി ആയിരുന്നില്ല. എക്സ്ക്യൂസ് മീ, ചില്ലറ കളി ആയിരുന്നില്ല. സംഭവമായിരുന്നു ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ. ശരിക്കും രണ്ട് പേരുടെയും രണ്ട് ഓപ്പോസിറ്റ് ടീം മെമ്പേഴ്സിന്റെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മത്സരമാണ് നമ്മളിവിടെ കണ്ടത്. ഗെയിമൊക്കെ വരുമ്പോ ഈ ഐശ്വര്യ ഒരു മൂക്കേറുന്നു, അല്ലാതെ പശുവിനൊക്കെ ഇടില്ല ഇങ്ങനെ മൂക്കേറ് പിടിച്ചാൽ നിൽക്കാൻ. എന്റെ തുണി കംപ്ലീറ്റ് അവള് വലിച്ചു. അപ്പൊ ഇതിലും ഇവര് പറയണ മൂക്കയർ ഇടണം എന്നൊക്കെ. അപ്പൊ ഇതിലും ഓക്കെ ചുള്ളിക്കാറ്റടിച്ചൊരു ഫീലാണ് ഇവിടെ. മൂക്കയറും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യണം. അപ്പൊ ഇതിലും അടുത്ത എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ നമുക്ക് എല്ലാം സെറ്റപ്പ് ചെയ്യാം. ഇപ്പൊ തന്നെ പണി തുടങ്ങാം നമുക്ക്. അപ്പൊ ഇതിലും ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത എപ്പിസോഡിൽ പൂർവാധികം ശക്തിയോടുകൂടി കുറെ മത്സര ബുദ്ധിയോട് കൂടിയിട്ട് ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം തമാർ പടാർ, പവർഡ് ബൈ ഈസ്റ്റേൺ. ഗുഡ് നൈറ്റ്.